ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 റെഡോക്സ് റിയാക്ഷൻസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് ഒരിക്കലും പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ഉള്ള മാസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ നടക്കുന്നില്ല. റിയാക്റ്റൻസിൻ്റെ സൈഡിൽ എത്ര മാസ് ഉണ്ടാവും അതേ മാസ് തന്നെ ആയിരിക്കും ടോട്ടൽ പ്രോഡക്ട്സിൻ്റെ മാസ് കിട്ടുന്നത്. അതായത് ഉള്ള മാസ് ഒരിക്കലും റിയാക്ഷൻസിൻ്റെ ഫലമായി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പുതിയതായി ഒരു മാസ് പ്രോഡക്റ്റ് സൈഡിൽ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓൺലി തിങ് നടക്കുന്നത് റിയാക്റ്റൻസിലുള്ള ആറ്റംസിനെ റീ അറേഞ്ച് ചെയ്തിട്ട് ആണ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരിക. സെയിം മാസ് റീറ്റെയിൻ ചെയ്യും. റിയാക്റ്റൻസിൻ്റെ മാസ് ഈക്വൽ ആയിരിക്കും പ്രോഡക്റ്റിൻ്റെ മാസോട്. അതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ദിസ് ലോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് ആന്റോയിൻ ലവോയ്സിയർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? വൈ ഡു വി നീഡ് ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാൽ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്? നോക്കാം. എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ആൻസർ: ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാൽ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യുന്നു. അങ്ങനെ എഴുതുമ്പോഴാണ് അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആകുന്നത്. നോക്കൂ, ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇവിടെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ. കൂടാതെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 1. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 4, റൈറ്റ് സൈഡിൽ 4. ഓക്സിജൻ ലെഫ്റ്റിൽ 4, റൈറ്റിലും 4. അങ്ങനെ എല്ലാ ആറ്റവും ലെഫ്റ്റ് സൈഡിൽ എത്രയുണ്ടോ അത്ര തന്നെ നമ്പർ ഓഫ് ആറ്റംസ് പ്രോഡക്റ്റ് സൈഡിലുമുണ്ട്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നു എന്നാണ് ഈ ബാലൻസ്ഡ് ഫോമിൽ. അപ്പോൾ ഈ ബാലൻസ് ചെയ്തിരിക്കുന്നത് നമ്മൾ CH3+O2 ഗീവ്സ് CO2+H2O എന്ന് എഴുതിയാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യില്ല. ബിക്കോസ് നമ്പർ ഓഫ് ആറ്റംസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വ്യത്യാസമായി വരും. അത് ഈക്വലൈസ് ചെയ്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് ആക്കുന്നത്. ഇത് വാട്ടറിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2H2+O2 ഗീവ്സ് 2H2O. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത്? ബാലൻസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റംസ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഉള്ള ആറ്റത്തിനെ കളയാനും പറ്റില്ല. ഉള്ള ആറ്റംസിനെ റീ അറേഞ്ച് ചെയ്ത് പുതിയ മോളിക്യൂൾസ് ആകുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്ത് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഓക്സിഡേഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺസ്? ഓക്സിഡേഷൻ എന്നാൽ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ടേമിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോഡിയം എക്സാമ്പിളായിട്ട് എടുത്ത ആറ്റമിക് നമ്പർ 11 ആണ്. 281 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ ആണ് സോഡിയം റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കുന്നത്. സോഡിയം ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഇലക്ട്രോണിനെ ലോസ് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ Na എന്നുള്ളത് ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ Na1+ രൂപത്തിലേക്ക് അയോണായി മാറി Na+ അയോണായിട്ടാണ് മാറുന്നത്. ഇങ്ങനെ സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലോസ് ആകുമ്പോൾ നമുക്ക് പറയും സോഡിയം ഓക്സിഡൈസ്ഡ് ആയെന്ന. Na ഒരു ഇലക്ട്രോൺ മാറ്റി Na+ ആയി. ഇതാണ് ഇലക്ട്രോൺസിൻ്റെ ടേമിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോൺസ്. യൂഷ്വലി മെറ്റൽസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത്, അതായത് ലൂസ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഡിയത്തിൻ്റെ എക്സാമ്പിൾ. Na ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്ത് Na+ ആയി സോഡിയം അണ്ടർഗോ ഓക്സിഡേഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺസ്? സെയിം വേ റിഡക്ഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയും റിഡക്ഷൻ.
ക്ലോറിൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആറ്റമിക് നമ്പർ 17 ആണ്, 287 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 1 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. ആ ഇലക്ട്രോൺ റിസീവ് ചെയ്ത് ഗെയിൻ ചെയ്തിട്ടാണ് ക്ലോറിൻ റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. അതായത് ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് വന്നാൽ ഒരു നെഗറ്റീവ് ചാർജായി Cl- ചാർജിലേക്ക് Cl മാറും. അതാണ് റിഡക്ഷൻ. Cl പ്ലസ് ഒരു ഇലക്ട്രോൺ Cl- അയോണായി മാറുന്നു. ഇതാണ് ഒരു റിഡക്ഷൻ. ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും ആറ്റം ഇസ് റെഡ്യൂസ്ഡ്. നോൺ മെറ്റൽസ് ആണ് ക്ലോറിൻ മാതിരിയുള്ള നോൺ മെറ്റൽസ് ആണ് യൂഷ്വലി ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് റിഡക്ഷനിലാകുന്നത്. എക്സാമ്പിൾ NaClൻ്റെ കേസിൽ സോഡിയത്തിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ക്ലോറിനിലെത്തി ആ ക്ലോറിൻ അങ്ങനെ റിഡക്ഷൻ ആകും. ക്ലോറിൻ അണ്ടർഗോ റിഡക്ഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്നാൽ എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് എന്നാൽ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓക്സിഡേഷനിൽ പോകുന്ന ആ എലമെൻറ്റിന് കൊടുക്കുന്ന ആ ലൂസ് ചെയ്യുന്ന ആ ഇലക്ട്രോൺ സ്വീകരിക്കാൻ ഒരു എലമെൻറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയാണ് ആ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ആ സബ്സ്റ്റൻസ് ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എക്സിന് ഓക്സിഡേഷനിൽ പോകണമെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ സ്വീകരിക്കാൻ ഒരു വൈ വേണം. അങ്ങനെ വൈ ആ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഗെയിൻ ചെയ്തിട്ട് ഈ എക്സിൻ്റെ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വൈ ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് റിഡക്ഷനിൽ ആകുകയാണ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ എക്സാമ്പിൾ NaCl എടുക്കുകയാണെങ്കിൽ സോഡിയം ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ഓക്സിഡേഷനിലേക്ക് പോകും. ഓക്സിഡേഷനിലേക്ക് പോകണമെങ്കിൽ ആ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ സ്വീകരിക്കാൻ ഒരു ക്ലോറിൻ ആവശ്യമുണ്ട്. ക്ലോറിൻ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ക്ലോറിൻ റിഡക്ഷനിൽ ഏർപ്പെട്ടിട്ടാണ് സോഡിയത്തിൻ്റെ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ഓക്സിഡേഷനിൽ പോകുന്നു, ക്ലോറിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇലക്ട്രോൺ സ്വീകരിച്ച്. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലോറിനാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പർ എന്നാൽ എന്ത്? ആൻസർ: ഓക്സിഡേഷൻ നമ്പർ എന്നത് ഒരു റിയാക്ഷൻസിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ട്രാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു നമ്പറാണ് ഓക്സിഡേഷൻ നമ്പർ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം ക്ലോറിൻ NaCl ഉണ്ടാകുമ്പോൾ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിനിൽ വരുന്നു എന്ന് പറയും. അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി ക്ലോറിനിലെത്തി, ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് ക്ലിയർ ആയി കിട്ടും. ഓക്സിഡേഷൻ നമ്പർ പറയുന്നത് എത്ര ഒരു റിയാക്ഷൻസിൽ ഒരു എലമെൻറ്റ് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തോ അല്ലെങ്കിൽ ഷെയർ ചെയ്തോ, ആ നമ്പറുകളെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അയോണിക് കോമ്പൗണ്ടായ ഈ NaCl സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ ലോസ് ആയി എന്ന് പറയുമ്പോൾ അതിന് +1 ആണ് ഓക്സിഡേഷൻ നമ്പർ. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കിട്ടിയിട്ടാണ് റിയാക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ -1 ആണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ന്യൂട്രലായ കോമ്പൗണ്ട് ആയിരിക്കുമ്പോൾ അതിന് 0 ആകാം ഓക്സിഡേഷൻ നമ്പർ. ഒരു കോമ്പൗണ്ടിലെ എല്ലാ ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്താൽ ആ സം കിട്ടുന്നത് നമുക്ക് 0 ആയിരിക്കും. അതായത് ഒരു കോമ്പൗണ്ട് അതിൻ്റെ ന്യൂട്രൽ സ്റ്റേറ്റിൽ ചാർജ് 0 ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റിൽ നിന്ന് മറ്റേ എലമെൻറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ക്ലിയർ ആയി. ഇനി കോവലന്റ് ബോണ്ടിലാണെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തത് എന്ന അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത്. സോഡിയം ക്ലോറിനായി NaCl സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു, ക്ലോറിൻ്റെത് -1. അങ്ങനെ സിമ്പിളായിട്ടുള്ള കുറച്ച് എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ റെഡോക്സ് റിയാക്ഷൻസ്? റെഡോക്സ് റിയാക്ഷൻസ് എന്നാൽ എന്ത്? ആൻസർ: റെഡോക്സ് റിയാക്ഷൻ ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ്. അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലായിട്ട് നടക്കും. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിലെ ചില സബ്സ്റ്റൻസ് ഓക്സിഡേഷൻ സംഭവിക്കും, ചില സബ്സ്റ്റൻസിന് റിഡക്ഷനും സംഭവിക്കും. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ടുഗദറായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റെഡോക്സ് റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ A + B കമ്പൈൻ ചെയ്ത് എയും
ബിയും സി എയുടെ ഓക്സിഡേഷൻ എ ഇലക്ട്രോൺ ലൂസ് ചെയ്ത് ഒരു എ പോസിറ്റീവ് അയോണായി ബി എലമെൻ്റ് അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് നെഗറ്റീവ് അയോണായി. അങ്ങനെ റിയാക്ഷൻസിൽ ഏർപ്പെട്ട് ഇനി ഒരെണ്ണം ഓക്സിഡേഷനും സംഭവിച്ചു, ഒരെണ്ണം റിഡക്ഷനും സംഭവിച്ചു. ഇത്തരം റിയാക്ഷൻസ് ആണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ്. ഒരു ഡയറക്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് 2HCl. ഇവിടെ ഹൈഡ്രജൻ എലമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0, ക്ലോറിനും എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, ന്യൂട്രൽ സ്റ്റേറ്റ് ആയിരിക്കും നമുക്കറിയാമല്ലോ, അത് ഓക്സിഡേഷൻ നമ്പർ മേളിൽ എഴുതി 0. ഇനി ഇത് രണ്ടും റിയാക്ട് ചെയ്ത് കിട്ടുമ്പോൾ HCl എച്ചിൻ്റെ പോസിറ്റീവ് 1 + 1 ആണ് എച്ചിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ടാണ് റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്, ക്ലോറിൻ്റെ -1. ഓക്കെ, ഇനി ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് അയോണായി മാറിയിരിക്കുന്നത്. അതായത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്, 0ൽ നിന്ന് 1ലേക്ക് മാറി. അപ്പോൾ ഹൈഡ്രജന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കൂടി ഇലക്ട്രോൺ ലൂസാണ് നടന്നിരിക്കുന്നത്, ഹൈഡ്രജന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷനാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്താണ്? റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റിനാണല്ലോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഹൈഡ്രജന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് ഹൈഡ്രജൻ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇനി ക്ലോറിൻ്റെയോ? ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പേഴ്സ് 0ൽ നിന്നും -1ലേക്ക് കുറഞ്ഞു, റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പറിൽ. അതായത് ക്ലോറിന് സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയി നടക്കുന്ന റിയാക്ഷൻസ് ആണ് റെഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആ എലമെൻറ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും, റിഡക്ഷൻ സംഭവിക്കുന്ന എലമെൻറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ: ഹൗ ഡു വി ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട്? ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, ഒരു കോമ്പൗണ്ടിലുള്ള ആ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്, മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈ KMnO4 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല. ആ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്നത് ആ കോമ്പൗണ്ടിലെ മറ്റ് എലമെൻസിൻ്റെ അറിയാവുന്ന ഓക്സിഡേഷൻ നമ്പേഴ്സും പിന്നെ ടോട്ടലായിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ ന്യൂട്രൽ ചാർജ്, സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എല്ലാ എലമെൻസിൻ്റെയും കൂട്ടുമ്പോൾ 0 ആവും. ആ 2 ഇൻഫോർമേഷനും വെച്ചിട്ടാണ് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അൺനോൺ ആയിട്ടുള്ള ആ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ കേസിൽ പൊട്ടാഷ്യത്തിൻ്റെ +1 ആണ്, ഓക്സിജൻ്റെ -2 ആണെന്ന് നമുക്ക് അറിയാം. ഇതിൻ്റെ ടോട്ടൽ ഒരു കെ ഒരു മാംഗനീസ് 4 ഓക്സിജൻ, ഇത്രയും ഓക്സിഡേഷൻ നമ്പേഴ്സ് സം ചെയ്താൽ 0 ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടാഷ്യം പെർമാംഗനേറ്റിലുള്ള മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോൺ ഇൻഫോർമേഷൻ: ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, പൊട്ടാഷ്യം +1. ഇനി അറിയാൻ പാടില്ലാത്ത മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ X എന്ന് സങ്കല്പിച്ചു. ലെറ്റ് X ബി ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ്. ഇനി നമുക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻ: ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാഷ്യം, ഓക്സിഡേഷൻ നമ്പർ ഓഫ് 1 മാംഗനീസ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് 4 ഓക്സിജൻ, അതിൻ്റെ സമ്മ് 0 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൊട്ടാഷ്യത്തിൻ്റെത് +1, മാംഗനീസിൻ്റെത് X, ഓക്സിജൻ 4 ഉണ്ട്, 4 × -2. ദാറ്റ് മീൻസ് X - 7 = 0, X = +7. X എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ്, അതാണ് നമുക്ക് കണ്ടുപിടിച്ചത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4 is +7. Question: give 2 examples of redox reactions from our daily life. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള റിയാക്ഷൻസിൽ റെഡോക്സ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഒരു റെഡോക്സ് റിയാക്ഷനാണ്. ഇവിടെ അയൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് അയണിന് പോസിറ്റീവ് ആവുന്ന ഇലക്ട്രോൺ ലൂസ് ചെയ്ത അയൺ ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിജൻ നെഗറ്റീവ് ചാർജായി ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, ഓക്സിജന് റിഡക്ഷൻ സംഭവിച്ചു. അതായത് ഇതൊരു ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടും നടന്നു റെഡോക്സ് റിയാക്ഷനാണ്. അയൺ ഓക്സിഡൈസ് ചെയ്തു, ഓക്സിജൻ റെഡ്യൂസ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് ഫ്യൂവൽ.
ഓർ LPG ഗ്യാസ് എല്ലാം അത് ബേൺ ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ. ഇതും ഒരു റെഡോക്സ് റിയാക്ഷനാണ്. ഇവിടെ കാർബൺ ഇൻ ദ ഫ്യൂവലിൽ കാർബൺ അത് ഓക്സിഡൈസും ചെയ്യും, ഓക്സിജൻ റെഡ്യൂസും ചെയ്യും. ഇതും ഒരു റെഡോക്സ് റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7. ഈ കോമ്പൗണ്ടിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാത്രം അറിയില്ല. പൊട്ടാഷ്യത്തിൻ്റെ +1 ആണെന്ന് അറിയാം, ഓക്സിജൻ്റെത് -2 ആണെന്നും അറിയാം. കാൽക്കുലേഷൻ: ലെറ്റ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X എന്ന് അസ്യൂം ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ ദിസ് K2Cr2O7, ഈ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതായത് 2 പൊട്ടാഷ്യത്തിൻ്റെ 2 ക്രോമിയത്തിൻ്റെയും 7 ഓക്സിജൻ്റെയും കൂടിയുള്ള ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. സോ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു പൊട്ടാഷ്യത്തിൻ്റെ +1 ചാർജ്, ദെൻ 2 ക്രോമിയം ഉണ്ട്, 2 ഇൻറ്റു ക്രോമിയത്തിൻ്റെ നമ്മൾ അസ്യൂം ചെയ്തത് X ആണ്, 2 ഇൻറ്റു X പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 7. അപ്പോൾ 7 ഇൻറ്റു -2. ഈ സമ്മാണ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 2 + 2x - 14 is equal to 0. 2x is equal to +12. So x is equal to 12/2, that is 6 +6. x എന്താണ്? ഈ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7 ഈസ് +6. Question: Can we use oxidation numbers to identify redox reactions? ഓക്സിഡേഷൻ നമ്പേഴ്സിനെ നോക്കിയിട്ട് നമുക്ക് റെഡോക്സ് റിയാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: യെസ്. ഓക്സിഡേഷൻ നമ്പേഴ്സ് നോക്കി അത് കമ്പയർ ചെയ്ത് നമുക്ക് റെഡോക്സ് റിയാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു റിയാക്ഷന് മുമ്പും റിയാക്ഷന് ശേഷവും ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും, കമ്പയർ ചെയ്യും. ഓക്സിഡേഷൻ നമ്പേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എലമെൻറ്റിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കും. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് റിഡക്ഷനാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരു റിയാക്ഷനിൽ ഒരു എലമെൻറ്റിന് ഓക്സിഡേഷനും വേറൊരു എലമെൻറ്റിന് റിഡക്ഷനും സംഭവിച്ചാൽ കൺക്ലൂഡ് ചെയ്യാം അതൊരു റെഡോക്സ് റിയാക്ഷനാണ്. എക്സാമ്പിൾ NaCl. ഇവിടെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഹൈഡ്രജൻ്റെ +1 ഇന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, സോ ഹൈഡ്രജന് റിഡക്ഷൻ സംഭവിച്ചു. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് കമ്പയർ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇനി ചില കേസിൽ ഓക്സിഡേഷൻ നമ്പേഴ്സിന് റിയാക്ഷന് ശേഷവും മുമ്പും കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സെയിം തന്നെയായിരിക്കും. എക്സാമ്പിൾ ഇത് NaOH + HCl gives NaCl + H2O. ഇവിടെ എല്ലാ ഓക്സിഡേഷൻ നമ്പേഴ്സും മുമ്പും ശേഷവും റിയാക്ഷന് ശേഷവും സെയിം തന്നെയാണ്. ഇവിടെ ഓക്സിഡേഷനും നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. അപ്പോൾ അതൊരു റെഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: Balance the chemical equations below. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് H2 + O2 gives H2O. എഴുതാം. H2 + O2 gives H2O. ഇവിടെ നമ്മൾ ഓരോ എലമെൻറ്റും റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ ആദ്യം നോക്കുമ്പോൾ ഹൈഡ്രജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 2 ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ബാലൻസ്ഡ് ആണോ? ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ ഒരു 2 കൊടുത്താൽ ബാലൻസ് ചെയ്തു വന്നു. ഓക്സിജൻ ബാലൻസ് ചെയ്തു. ഇനിയും ബാക്കി എല്ലാവരും ബാലൻസ്ഡ് ആണോ നോക്കൂ. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ നോക്കൂ. ഹൈഡ്രജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ആറ്റംസ് ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 4 ഉണ്ട്. 2 × 2 4 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 കൂടി കൊടുത്താൽ ഇവിടെയും 4 ആയി, പ്രോഡക്റ്റ് സൈഡിലും 4 ആയി. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2H2 + O2 gives 2H2O. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Na + H2O gives NaOH + H2. ഇവിടെ സോഡിയം ബാലൻസ്ഡ് ആണ്, 1 ആണ് 2 സൈഡിലുള്ളത്. ഓക്സിജനും ബാലൻസ്ഡ് ആണ്, ഓരോന്നേ ഉള്ളൂ. ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഈ ഓഡ് നമ്പറിൽ കിടക്കുമ്പോൾ ഇവിടെ ആദ്യം തന്നെ ബാലൻസ് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാനുള്ളത്, ട്രൈ ചെയ്യാനുള്ളത് 2 കൊടുക്കുക. ഇനി നോക്കുക ബാലൻസ്ഡ് ആണോ. ഇപ്പോൾ ഇവിടെ സോഡിയം 2ആയി, ഓക്സിജൻ 2ആയി, അപ്പോൾ എല്ലാം ബാലൻസ് പോയി. അപ്പോൾ നമ്മൾ അടുത്ത സോഡിയത്തിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 2 ഉള്ളത് കാരണം റിയാക്റ്റൻറ്റ് സൈഡിലും 2 കൊടുത്തു.
ഇനി നോക്കൂ ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണെന്നോ. സോഡിയം ബാലൻസ്ഡ് ആയി, ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ 2 കൊടുക്കാതെ പറ്റില്ല. 2 കൊടുത്താൽ ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഇനി ഹൈഡ്രജൻ്റെ കേസ് 2 × 2 4 ആയി. ഇവിടെ 2 + 2 4, ഇവിടെയും ഹൈഡ്രജനും ബാലൻസ് ആയി. ഇങ്ങനെ ഓരോ എലമെൻറ്റ് ബാലൻസ് ചെയ്ത് ബാക്കിയുള്ള എലമെൻസിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടില്ല എന്ന് എൻഷുർ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ബാലൻസ് ട്രൈ ചെയ്യാം. ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2Na + 2H2O gives 2NaOH + H2. Next question, C3H8 + O2 gives CO2 + H2O. ബാലൻസ് ചെയ്യാൻ നോക്കൂ. കാർബൺ 3 ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. 3 കൊടുത്താൽ കാർബൺ ബാലൻസ്. ഇനി ഇവിടെ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 8 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇവിടെ മാത്രമാണ് ഹൈഡ്രജൻ, അത് 2 ആണുള്ളത്. 4 കൊടുത്തിട്ടുണ്ട്, 2 സൈഡിൽ ഹൈഡ്രജൻ ബാലൻസ്. ഈ ഓക്സിജൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്? ഓക്സിജൻ 3 × 2 6 + 4 10 ഉണ്ട്. ഒരു 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെയും ബാലൻസ് ചെയ്തു. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇസ് C3H8 + 5O2 gives 3CO2 + 4H2O. Question, Ca + Cl2 gives CaCl2. Analyze the given chemical reaction and answer the given questions. കാൽഷ്യം ക്ലോറിൻ റിയാക്ട് ചെയ്ത് കാൽഷ്യം ക്ലോറൈഡ്. ഇവിടെ റിയാക്ഷൻ അനലൈസ് ചെയ്യണം നമുക്ക്. ഓക്സിഡേഷൻ നമ്പർ ആദ്യം കണ്ടുപിടിക്കണം. കാൽഷ്യം എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, റിയാക്റ്റൻ സൈഡിൽ 0. ക്ലോറിനും എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, അപ്പോൾ 0. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴോ കാൽഷ്യം ക്ലോറൈഡിൽ ക്ലോറിൻ്റെത് നമുക്കറിയാം -1 ആണ്. സോ 2 ക്ലോറിൻ ഉണ്ട്. CaCl2ൽ ക്ലോറിൻ്റെ ഭാഗത്തുനിന്ന് 2 × -1 ആകുമ്പോൾ -2 ആണ് ക്ലോറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജ്. അതിനെ ബാലൻസ് ചെയ്യാൻ കാൽഷ്യത്തിന് എന്തായിരിക്കും വേണ്ടത്? +2 ആയിരിക്കണം. റിയാക്ഷൻസ് എഴുതാം. കാൽഷ്യം ക്ലോറിൻ റിയാക്ടൻ സൈഡിൽ 2ഉം 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ബിക്കോസ് 2ഉം എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. ആഫ്റ്റർ ദ റിയാക്ഷൻ ക്ലോറിൻ -1 ആണ്, കാൽഷ്യം +2 ആണ്. റിയാക്ഷൻ എടുത്തെഴുതി ഓക്സിഡേഷൻ നമ്പർ മേലിലെ പോപ്പുലേറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് വിച്ച് ഈസ് റെഡ്യൂസ്ഡ്. ഇതിൽ ഏതാണ് ഓക്സിഡൈസ് ചെയ്തിരിക്കുന്നത്, ഏതാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷൻ. അപ്പോൾ കാൽഷ്യമാണ് ഓക്സിഡൈസ് ചെയ്തിരിക്കുന്നത്. 0ൽ നിന്ന് 2ലേക്ക് കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ കൂടിയിരിക്കുന്നു. ക്ലോറിൻ നോക്കുമ്പോൾ 0ൽ നിന്ന് -1ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്ലോറിൻ റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിന് റിഡക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റിന് എന്താ സംഭവിക്കേണ്ടത്? ഓക്സിഡേഷനാണ് സംഭവിക്കേണ്ടത്. ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് കാൽഷ്യത്തിനാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് കാൽഷ്യം. ഈസ് ദിസ് എ റെഡോക്സ് റിയാക്ഷൻ? ഇവിടെ കാൽഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്, ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെഡോക്സ് റിയാക്ഷൻ ആണ്, ബിക്കോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാപ്പൻസ് ടുഗദർ. കാൽഷ്യത്തിന് ഓക്സിഡേഷനും ക്ലോറിന് റിഡക്ഷനും സംഭവിച്ചു. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് വെൻ ഇറ്റ് ഈസ് ഇൻ പ്യുവർ ഓർ എലമെന്റൽ ഫോം? ഒരു എലമെന്റ് അതിന്റെ പ്യുവർ ഫോമിൽ, എലമെന്റൽ ഫോമിൽ, എലമെന്റ് ആയി തന്നെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ആൻസർ, ഒരു എലമെന്റൽ ഫോമിലായിരിക്കുമ്പോൾ അതിന് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. കാരണം കാർബൺ ഒരു സിംഗിൾ ആറ്റം ഉള്ളൂ, അതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ ഈക്വൽ ആയിട്ടാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും സെയിം നമ്പേഴ്സ്, അത് ബാലൻസ്ഡ് ആയിട്ട് 0 ആയിരിക്കും ന്യൂട്രൽ ചാർജ്. ഇനി ഓക്സിജൻ O2 ഒരു ആ ലെവലിൽ നിൽക്കുമ്പോൾ ഇവിടെയും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും സെയിം ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ലോസ് ചെയ്തിട്ടില്ല, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ടില്ല, ഷെയർ അണീക്വലായിട്ട് ഷെയറും ചെയ്തിട്ടില്ല. ഈ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്താൽ അത് നെഗറ്റീവിലേക്ക് പോയിട്ട് ഓക്സിഡേഷൻ നമ്പർ മാറും. അല്ല, ഇലക്ട്രോൺസ് ലൂസ് ചെയ്താൽ പോസിറ്റീവിലേക്ക് പോയിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂടും. പക്ഷേ ഇവിടെ ഇലക്ട്രോൺസ് ലോസ് ചെയ്തിട്ടില്ല, ഗെയിൻ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. രണ്ടും സെയിം എലമെന്റ് തന്നെയാണല്ലോ. അപ്പോൾ അൺഈക്വൽ ആയിട്ടല്ല ആ കോവലൻ്റ്ലി ഷെയർഡ് ആയിട്ടുള്ള ആ ഇലക്ട്രോൺ നിൽക്കുന്നത്, രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഈ ഓക്സിജൻ ആ മോളിക്യൂൾ ലെവലിലാവുമ്പോൾ അത് ന്യൂട്രൽ ആയിരിക്കും, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഡ്യൂറിങ് ഓക്സിഡേഷൻ? ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നാൽ ആ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിക്കുക? ആൻസർ ഓക്സിഡേഷൻ എന്നാൽ അത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ സോഡിയം ക്ലോറിനും റിയാക്ട് ചെയ്ത് NaCl ആകുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, അതായത് സോഡിയമാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1ലേക്ക് കൂടി, അതായത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടും. ഈ ഓക്സിഡേഷൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഒരു ഇലക്ട്രോൺ ലോസായി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ചാർജ് കുറച്ച് കുറഞ്ഞുപോയി, അതായത് കൂടുതൽ പോസിറ്റീവായി മാറുകയാണ് ഈ അയോൺ ആകുന്നത്. എക്സാമ്പിൾ നോക്കുക, സോഡിയം + ക്ലോറിൻ NaCl. ഇവിടെ സോഡിയം ആറ്റമാണ് ആ ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് ഒരു Na+ലേക്ക് മാറുന്നത്. സോഡിയത്തിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഡ്യൂറിങ് റിഡക്ഷൻ? ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടന്നാൽ ആ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിക്കുക? ആൻസർ റിഡക്ഷൻ എന്നാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഒരു എലമെന്റ് ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുക, ഗെയിൻ ചെയ്യുമ്പോഴാണ് ആ എലമെന്റിന് റിഡക്ഷൻ സംഭവിക്കുക. NaClന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോഡിയം ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എടുക്കുന്നത് ആരാണ്? ഗെയിൻ ചെയ്യുന്നത് ക്ലോറിനാണ്. അപ്പോൾ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ക്ലോറിനാണ്. റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എലമെന്റൽ സ്റ്റേറ്റിൽ 0ൽ നിന്ന് ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് -1 സ്റ്റേറ്റിലേക്കായ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. അതായത് ഡ്യൂറിങ് റിഡക്ഷൻ ഓക്സിഡേഷൻ നമ്പർ ആ എലമെന്റിന്റെ കുറയുവാണ് ചെയ്തിരിക്കുന്നത്, ഡിക്രീസസ്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവാണ്. ഒരു ഇലക്ട്രോൺ കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നെഗറ്റീവിലേക്ക് പോയി. എക്സാമ്പിൾ NaCl, ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത്, ക്ലോറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ 0ൽ നിന്ന് -1ലേക്ക് ഡിക്രീസ് ചെയ്യുവാണ്, കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റിന് നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ അനലൈസ് ചെയ്യുക, ഏത് എലമെന്റിനാണോ റിഡക്ഷൻ നടക്കുന്നത് ആ എലമെന്റ് ആയിരിക്കും നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. ഇക്വേഷൻ നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യാം. റിയാക്ടൻ സൈഡിൽ രണ്ടും അലുമിനിയവും ഓക്സിജനും എലമെന്റൽ സ്റ്റേറ്റിലായത് കാരണം ഓക്സിഡേഷൻ നമ്പേഴ്സ് 0. ഇനി പ്രോഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓക്സിജൻ്റെത് -2. ഒരു Al2O3 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? -2 × 3 -6 ആണ് ഓക്സിജന്റെ ഭാഗത്തു നിന്നുള്ള ചാർജ്. ആ -6നെ ചാർജ് കോംപ്രമൈസ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ വേണ്ടി അലുമിനിയത്തിന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ എന്തായിരിക്കും? +6 വേണം. ഇവിടെ 2 ഉള്ളത് കാരണം ഓരോ അലുമിനിയത്തിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +6/2, അപ്പോൾ +3. ഈ +3 നമുക്കിങ്ങനെ അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X ആണെന്ന് അസ്യൂം ചെയ്ത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ സം 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് അതും കാൽക്കുലേഷൻ വഴിയും കണ്ടെത്താം. അങ്ങനെ ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തു നോക്കുമ്പോൾ ഓക്സിജൻ്റെ ആണ് ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -2ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അതായത് ഓക്സിജനാണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് പറഞ്ഞാൽ ഓക്സിജൻ ഇൻ ദിസ് റിയാക്ഷൻ. ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ സംഭവിച്ചു, അതായത് ഓക്സിജൻ റെഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -2ലേക്ക് കുറഞ്ഞു. ആൻസർ, ഓക്സിജൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ, അനലൈസ് ദിസ് given chemical equation and see whether it is a redox reaction. കെമിക്കൽ റിയാക്ഷൻ റെഡോക്സ് ആവണോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യും. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് വന്നാലാണെങ്കിൽ അത് റെഡോക്സ് റിയാക്ഷൻ അല്ല. ഓക്സിഡേഷനും റിഡക്ഷനും ഇല്ല, ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ റെഡോക്സ് റിയാക്ഷൻ. ഇവിടെ ക്ലോറിൻ്റെത് ജനറലി ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1, ഹൈഡ്രജൻ്റെത് +1. ഇവിടെ എലമെൻ്റൽ സ്റ്റേറ്റിലാണ് റിയാക്റ്റൻ സൈഡിൽ ക്ലോറിനുള്ളത്. അപ്പോൾ ക്ലോറിൻ്റെത്
ഓക്സിഡേഷൻ നമ്പർ 0. H2Sന്റെ ഭാഗമാണ് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ്റെത് +1. ഈ ഹൈഡ്രജന്റെ ഭാഗത്തുള്ള +1 × 2 ദാറ്റ് ഈസ് +2നെ കോംപ്രമൈസ് ചെയ്യാൻ സൾഫറിന് വേണ്ടത് -2. പിന്നെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഇനി പ്രോഡക്റ്റ് സൈഡിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 കാരണം എലമെന്റൽ സ്റ്റേറ്റിലാണ്. ഹൈഡ്രജൻ്റെത് +1, ക്ലോറിൻ്റെത് -1. ഇനി ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തു. കമ്പയർ ചെയ്യും. ഓക്സിഡേഷൻ നമ്പർ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ -2ൽ നിന്നും 0യിലേക്ക് കൂടിയിരിക്കുകയാണ് ചെയ്തത്. അതായത് സൾഫർ ഈസ് ഓക്സിഡൈസ്ഡ്. ക്ലോറിൻ നോക്കൂ, 0ൽ നിന്നും -1ലേക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനും ഒരു റിഡക്ഷൻ റിയാക്ഷനും നടന്നു. അപ്പോൾ ദിസ് ഈസ് എ റെഡോക്സ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ റെഡോക്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. CaCO3 gives CaO plus CO2. ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാർബണിൻ്റെത് +4 ആണ്, ഓക്സിജൻ -2, ഹൈഡ്രജൻ +1, Cl -1. അങ്ങനെ അറിയാവുന്ന എല്ലാ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ മനസ്സിലോർക്കുക. ഇനി റിയാക്റ്റൻ സൈഡിലെ നോക്കൂ. റിയാക്റ്റൻ സൈഡിൽ കാർബൺ +4 ആണ്, ഓക്സിജൻ -2. ടോട്ടൽ ചാർജ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ കാൽഷ്യത്തിൻ്റെ അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ +2 ആണ് കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്. പിന്നെ പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ -2 ആണ്, അപ്പോൾ Ca+2, ഓക്സിജൻ -2, കാർബൺ +4. ഇക്വേഷൻ എഴുതി ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്തു. ഇവിടെ കമ്പയർ ചെയ്തു. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ സെയിം, കാർബണിൻ്റെത് റിമൈൻസ് സെയിം, ഓക്സിജൻ -2 റിമൈൻസ് സെയിം. അതായത് ഓക്സിഡേഷൻ നമ്പർ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഓക്സിഡേഷൻ നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല, റിമൈൻസ് ദ സെയിം ആണ്. അതുകൊണ്ട് ഇത് റെഡോക്സ് റിയാക്ഷൻ അല്ല, ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചിട്ടില്ല. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കാത്തത് കാരണം ദിസ് ഈസ് നോട്ട് എ റെഡോക്സ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: ബാലൻസ് ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇവിടെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് തന്നിട്ടില്ല, റിയാക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. സിങ്ക് പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ZnCl ടു സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ബാലൻസ് ചെയ്യാം. സിങ്കിൻ്റെ കൗണ്ട് ബാലൻസ്ഡ് ആണ് രണ്ട് സൈഡിലും. ഹൈഡ്രജൻ നോക്കൂ, ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 1 ഉള്ളൂ, റൈറ്റ് സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്താൽ 2 ഹൈഡ്രജൻ രണ്ട് സൈഡിലുമായി, 2 ക്ലോറിനും രണ്ട് സൈഡിലുമായി. സോ ബാലൻസ്ഡ്. Balanced chemical equation is Zn plus 2HCl gives ZnCl2 plus hydrogen. Next question. Aluminium plus oxygen gives aluminium oxide. Reaction എഴുതാം. Aluminium plus oxygen gives Al2O3 aluminium oxide. ഇതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഓക്സിജനെ നോക്കൂ. ഓക്സിജൻ ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ. രണ്ടും 2 × 3 ഫോമിലായാൽ മാത്രമാണ് ഓക്സിജൻ ബാലൻസ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ഒരു 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ ഓക്സിജൻ്റെ കൗണ്ട് 6 ആയി, ഈ ഭാഗത്ത് ഓക്സിജൻ 3 ആയി. അപ്പോൾ ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഓക്സിജൻ ബാലൻസ് ആയി. ഇനി അലുമിനിയത്തിൻ്റെത് 2 × 2 4 ഉണ്ട്, അപ്പോൾ ഇവിടെ 4 കൊടുത്താൽ അലുമിനിയവും ബാലൻസ് ആയി. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 4Al plus 3O2 gives 2Al2O3. Subscribe to this channel for more videos like this. Question. Write the chemical equation of the reduction of copper 2 plus ion. Copper 2 plus ഒരു അയോൺ ആണ്. ആ അയോണിൻ്റെ റിഡക്ഷൻ മീൻസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. കോപ്പർ 2 പ്ലസ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കോപ്പർ ആറ്റത്തിലേക്ക് മാറുന്ന ആ റിയാക്ഷനാണ്, ആ കെമിക്കൽ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ മീൻസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ Cu2 പ്ലസ് ഈ റിയാക്ഷനിൽ ഇവിടുന്ന് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് Cu ഫോമിലേക്ക് മാറി. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കോപ്പർ 2 പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ എന്തായി, +2 ചാർജിനെ വീണ്ടും ന്യൂട്രലൈസ് ചെയ്തു, 2 ഇലക്ട്രോൺ വന്നു, Cu ആറ്റത്തിലേക്ക് മാറി. അതായത് കോപ്പർ 2 പ്ലസ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് റിഡക്ഷൻ സംഭവിച്ച് കോപ്പർ ആറ്റമായി മാറി. ഇത് അയോൺസിൻ്റെ റിഡക്ഷന് എക്സാമ്പിളായിട്ട് ഇതൊക്കെ പറയാം. ദിസ് പ്രോസസ്സ് ഇവിടെ ബാറ്ററിയിലും ഇലക്ട്രോപ്ലേറ്റിങ്ങിലൊക്കെ ഇങ്ങനെയാണ്, ഈ റിയാക്ഷനാണ് ഉള്ളത്. കോപ്പറിൻ്റെ റിഡക്ഷൻ നടന്ന് കോപ്പർ ആറ്റമായിട്ട് മാറുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, റിഡക്ഷൻ. ക്വസ്റ്റ്യൻ.
Write the chemical equation of the oxidation of aluminum atom. അലൂമിനിയം ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത് അലുമിനിയം ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുക, ലൂസ് ചെയ്യാനാണ് പോകുന്നത്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുക, അലുമിനിയം പോസിറ്റീവ് ചാർജുള്ള അയോണിലേക്ക് മാറും. അതിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ മീൻസ് ലൂസിങ് ഇലക്ട്രോൺസ്. അലുമിനിയം ഏത് ഇലക്ട്രോൺസ് ആണ് ലൂസ് ചെയ്യുന്നത്? അലുമിനിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 13 ആണ്. 283 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 3 ഇലക്ട്രോൺസ് ആണ് അലുമിനിയം റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ലൂസ് ചെയ്യുന്നത്. ഈ Al 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിച്ചാൽ 3+ Al3+ ഫോമിലേക്ക് അയോൺസ് ആയി മാറി. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Al gives Al3+ ആൻഡ് 3 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ട് Al3+ലേക്ക് ഓക്സിഡൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺസ് അലുമിനിയം ലൂസ് ചെയ്തു, ഓക്സിഡേഷൻ സംഭവിച്ചു. അലുമിനിയം ഹാസ് ബീൻ ഓക്സിഡൈസ്ഡ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് ഗിവൺ കെമിക്കൽ റിയാക്ഷൻ? റെഡ്യൂസിങ് ഏജന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസിങ് ഏജന്റിന് എന്താണ് കെമിക്കൽ റിയാക്ഷൻസിൽ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. അനലൈസ് ചെയ്യുക, ഏത് എലമെന്റിൻ്റെ ആണോ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് അതാണ് ഓക്സിഡേഷൻ സംഭവിച്ച എലമെന്റ്. ആ ഓക്സിഡേഷൻ സംഭവിച്ച എലമെന്റ് ആണ് നമ്മുടെ ആൻസർ, റെഡ്യൂസിങ് ഏജന്റ്. ഇക്വേഷൻ എഴുതാം. Mg+2HCl gives MgCl2+H2. ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യുക. മെഗ്നീഷ്യം എലമെന്റൽ സ്റ്റേജ് 0, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. MgCl2ൽ Cl -1 ആണ്. 2 Cl ഉണ്ട്. സോ ക്ലോറിൻ്റെ ഭാഗത്തു നിന്ന് -2 ചാർജ്, ബാലൻസ് ചെയ്യാൻ മെഗ്നീഷ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത് +2 ചാർജ്. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെഗ്നീഷ്യം ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് +2. ഇനി ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിലാണ്, പ്രോഡക്റ്റ് സൈഡിൽ 0. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. റെഡ്യൂസിങ് ഏജന്റിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇവിടെ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്? മെഗ്നീഷ്യം 0ൽ നിന്ന് +2ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്നു. മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ മെഗ്നീഷ്യം ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്. മെഗ്നീഷ്യം ലൂസസ് ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. മെഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +2ലേക്ക് കൂടി ഓക്സിഡൈസ് ചെയ്തിരിക്കുന്നു. സോ മെഗ്നീഷ്യം ഈസ് അവർ റെഡ്യൂസിങ് ഏജന്റ്. ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻസ്. തന്നിരിക്കുന്ന ഫസ്റ്റ് റിയാക്ഷൻ മെഗ്നീഷ്യം + ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം Mg+O2 ഗീവ്സ് MgO. ബാലൻസ് ചെയ്യാൻ നോക്കൂ. മെഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 2 കൊടുത്തിട്ട് നോക്കൂ. ഓക്സിജൻ ബാലൻസ് ആയി. മെഗ്നീഷ്യം റൈറ്റ് സൈഡിൽ 2, ലെഫ്റ്റ് സൈഡിൽ 1. സോ ഇവിടെ ഒരു 2 കൊടുത്താൽ മെഗ്നീഷ്യവും ബാലൻസ് ചെയ്തു. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2Mg+O2 gives 2MgO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ + ക്ലോറിൻ gives ഹൈഡ്രജൻ ക്ലോറൈഡ്. H2 + Cl2 gives HCl. ബാലൻസ് ചെയ്യാൻ നോക്കൂ. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. ഒരു 2 ഇവിടെ കൊടുത്തു. ക്ലോറിൻ റൈറ്റ് സൈഡിൽ 2 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും 2 ഉണ്ട്. ക്ലോറിനും ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് H2 + Cl2 gives 2HCl. റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. Question: the process involving the gain of electrons is called. Gain of electron means reduction. The balanced chemical equation. Here the number of dash of each element is the same on both the sides. The number of atoms ആണ് സെയിം ആയിരിക്കുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിൽ വരുമ്പോൾ. Question: the substance that gets oxidized in a redox reaction is called. Substance get oxidized. Oxidize ചെയ്യുന്നത് reducing agent. The oxidation number of hydrogen in most of its compound is +1. In a chemical reaction, the oxidizing agent undergoes reduction. Next, the process involving an increase in oxidation number is called dash oxidation. The total mass of the products in a chemical reaction is equal to the total mass of dash reactants. Question: the balanced chemical equation for Mg
പ്ലസ് O2 gives MgO. ഇതിനെ ബാലൻസ് ചെയ്താൽ Mg സെയിം ആണ്. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ബാലൻസ് ചെയ്യാം. 2 MgO, 2 Mg which gives 2 MgO. Magnesium oxygenum balanced ആയി. In a compound MgF2, the oxidation number of fluorine is -1. ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റിലെ 7 ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ എടുത്തിട്ടാണ് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, in a chemical reaction that involves both oxidation and reduction are known as redox reactions. Question, a substance that accepts electron in a reaction is known as accept electron. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അനലൈസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി chemical reaction Mg 2Mg plus O2 gives 2MgO. The element that gets oxidized, ഏത് എലമെന്റ് ആണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്? മെഗ്നീഷ്യം. 0ൽ നിന്ന് +2ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ്. ഇത് മെഗ്നീഷ്യം ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. BaCl2 gives plus Na2SO4 gives BaSO4 plus 2NaCl. Name the white precipitate formed. ബേരിയം സൾഫേറ്റ് ആണ് ആ വൈറ്റ് precipitate ഈ റിയാക്ഷനിൽ. In a compound KMnO4, the oxidation number of manganese is. മാംഗനീസിൻ്റെ നോക്കാൻ ഓക്സിജൻ്റെത് 4 ഓക്സിജൻ ഉണ്ട്, -2 ആണ് ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ -2 × 4 ആകുമ്പോൾ ഓക്സിജൻ്റെ ഭാഗത്ത് -8. പൊട്ടാഷ്യം +1. സോ ഓക്സിജൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് -7. അപ്പോൾ മാംഗനീസിന് എന്തായിരിക്കണം? +7. A symbol representing a chemical reaction is called a chemical equation. Symbolic representation. Symbolic representation ആണ് chemical equation. When an atom loses electron, the oxidation number, electron lose ചെയ്യുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ increases. A French scientist who stated the law of conservation of mass, Antoine Lavoisier. In a compound H2O2, the oxidation number of oxygen is -1. Generally, oxygen oxidation state -2 ആണ്. In peroxides -1 ആണ് oxygen oxidation number. The number written in front of a molecule is in a balanced equation. അതിനെ പറയും coefficient. Cellular respiration in our bodies is an example of dash reaction, redox reaction. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.